Greetings to you all in the name of our Lord and Savior, Jesus Christ, who is coming very soon to receive His glorious church. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കൊന്നിച്ച് തിരുവചനത്തിന് മുൻപാകെ അല്പസമയം ചെലവഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായി കൃപയ്ക്കായി സ്തോത്രം. Last day we were discussing about chapter 2 of book of Revelation. Today we are going to start chapter 3, 1 to 6. The message to the church at Sardis. സർദീസിലുള്ള സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവൻ ആകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. സർദീസ് ദൈവസഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന ദൂതാണ് നമ്മൾ ഈ വേദഭാഗത്ത് വായിച്ചത്. To the angel at the church at Sardis. സർദീസിലെ ദൈവസഭയുടെ ദൂതന് എഴുതുക. ഇത് പറയുന്ന ആള് ആരാന്ന് പറയുന്നു? ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രങ്ങളും കയ്യിൽ ഉള്ളവൻ എഴുതുന്നത്. ഇംഗ്ലീഷില് ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കുന്നു. Unto the angel of the church in Sardis write, these things says he that has 7 spirits of God and 7 stars. I know your works, that you have a name, that thou livest and art dead. ഇവിടെ വായിക്കുന്നത് സർദീസിലെ ദൂതന് എഴുതുക. എഴുതുന്ന ആള് ആരാന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. The one who has the 7 spirit of God and 7 stars in his hands. The one who has the 7 spirit of God and 7 stars in the hands. 7 ദൈവത്തിന്റെ 7 ആത്മാവും ഉള്ളവൻ, 7 നക്ഷത്രം കയ്യിൽ വഹിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു നേരിട്ട് ദൈവസഭയോട് സംസാരിക്കുക. എല്ലാ സഭകൾക്കും ദൂത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12 മുതൽ താഴോട്ട് എഴുതിയിരിക്കുന്ന 6 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഭാഗങ്ങളെ അറുത്തറുത്ത് മാറ്റി അതാത് സഭകളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ 7 ആത്മാവും
7 നക്ഷത്രവും വലം കൈയിൽ പിടിച്ചിരിക്കുന്നവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ 7 ആത്മാവുള്ളവൻ. ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞു, 7 ഈസ് ദി പെർഫെക്റ്റ് നമ്പർ ഓഫ് ഗോഡ്, 6 ഈസ് ദി നമ്പർ ഓഫ് സൈറ്റാൻ. 7 ദൈവത്തിന്റെ പൂർണ്ണതയുള്ള നമ്പറാണ്. 7 നക്ഷത്രം, 7 ശവകൾ, 7 നിലവിളക്ക്, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ, ഇവയൊക്കെ ദൈവത്തിന്റെ 7 ഏഴുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ പഠിക്കുമ്പോഴും 7കളുടെ ഒരു ഗുണന സംഖ്യ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോ ദൈവത്തിന്റെ 7 ആത്മാവ് ഉള്ള ദൈവപുത്രൻ, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവത്തിന്റെ പുത്രൻ. 2 കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഒന്ന്, ദൈവത്തിന്റെ 7 ആത്മാക്കൾ, 7 ആത്മാക്കളെ കുറിച്ച് സംസാരിക്കുന്നു. രണ്ടാമത്, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു. വെളിപ്പാട് 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ സഭയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ള ദൈവത്തിന്റെ പുത്രൻ ദൈവസഭയോട് അരുളി ചെയ്യുന്ന വേദഭാഗമാണ് നമ്മളോട് വായിക്കുന്നത്. ഈ സർദീസ് ദൈവസഭ, അതിന്റെ കാലഘട്ടം 1500 മുതൽ 1700 വരെയുള്ള 2 നൂറ്റാണ്ടുകളിലെ ദൈവസഭയാണ് സർദീസ് സഭ എന്നറിയപ്പെടുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മിക്കട്ടെ, 1500 മുതൽ AD 1500 മുതൽ 1700 വരെയുള്ള 200 വർഷത്തെ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നതായ ദൈവസഭ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദ റിഫോംഡ് ചർച്ച് ബൈ ദ ലീഡർഷിപ്പ് ഓഫ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ പുനരുദ്ധീകരിക്കപ്പെട്ട, നവീകരിക്കപ്പെട്ട ദൈവസഭ. ആ ദൈവസഭയാണ് സർദീസ് കാലഘട്ടത്തിലുള്ള ദൈവസഭയുടെ പീരീഡ്. അവരെ കുറിച്ച് ദൈവത്തിനെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. നിനക്കൊരു പേരുണ്ട്, എന്താണെന്നറിയാമോ? ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്. ബട്ട് യു ഹാവ് ഡൈഡ്. നിനക്ക് ജീവനുള്ളെന്ന് പേരുണ്ടവനെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞാൽ, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടോ? സർദീസ് ചർച്ച് മീൻസ് ദ ഡെഡ് ചർച്ച്. The church cannot do anything. റോമൻ കത്തോലിക്ക സഭയുടെ ശക്തമായ വളർച്ചയുടെ കാലഘട്ടം. അതിന് നടുവിൽ ജർമ്മൻ പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതർ 1517 റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരായി തന്റെ 95 തീശീസുകൾ അടങ്ങുന്ന ഒരു ലേഖനം എഴുതി പബ്ലിഷ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള റോമാലേഖനത്തിലെ ചില വാക്യങ്ങളെ എടുത്തുകൊണ്ട് ദൈവസഭ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല യാത്ര ചെയ്യേണ്ടത്, ദൈവസഭ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞ് ദൈവസഭയെ ഒരു നവീകരണത്തിലേക്ക് കൊണ്ടുവന്ന മാർട്ടിൻ ലൂതറിന്റെ കാലഘട്ടത്തിലുള്ള ദൈവസഭയാണ് സർദീസ് എന്ന് പറയുന്ന ദൈവസഭ. മാർട്ടിൻ ലൂതർ വാസ് എ ജർമ്മൻ ബിഷപ്പ്, എ തിയോളജിയൻ, എ പ്രസ്ബിറ്റേറിയൻ ബിഷപ്പ്.
അദ്ദേഹം റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരായി അന്ന് നടക്കുന്ന ചില ഗുരു ആചാരങ്ങൾക്കെതിരായി സെന്റ് ബസിലിക്കായ ചർച്ചിന്റെ മുമ്പിൽ ഒരു 95 രേഖകൾ രേഖപ്പെടുത്തിക്കൊണ്ട് കത്തോലിക്ക സഭയ്ക്കെതിരായി ആഞ്ഞടിക്കുന്ന ഒരു ജർമ്മൻ പുരോഹിതൻ. ഹിസ് നെയിം ഈസ് മാർട്ടിൻ ലൂതർ. ഹി ഈസ് ദ മോർണിംഗ് സ്റ്റാർ ഓഫ് ദി റിഫോർമേഷൻ. ഈ കാലഘട്ടത്തിലാണ് നവീകരണ നേതാക്കന്മാർ ജോൺ വൈക്ലിഫ്, ജോൺ ഹുസ്, അങ്ങനെയുള്ള നവീകരണ നേതാക്കന്മാർ, ജോൺ കാൽവിൻ, ഇവരെ പോലെയുള്ളവർ ദൈവസഭയ്ക്കകത്ത് ദൈവസഭയെ നവീകരിക്കുവാനായി ആഗ്രഹിച്ച് പോരാടിക്കൊണ്ടിരുന്നു. മാർട്ടിൻ ലൂതർ പറയുന്നത്, നോ ട്രഡീഷൻ അറ്റ് ഓൾ, വി നീഡ് ടു ഫോളോ ഇത് സോളാ സ്ക്രിപ്ചറ. Sola scriptura means only the scripture is the main doctrine or the proof of the growth of the church. Luther പറയുന്നത്, no need of tradition, no need of rituals, no need of practices, but we need only scripture. സോള സ്ക്രിപ്ചറ എന്ന് പറഞ്ഞ് ഒരു പുതിയ മുദ്രാവാക്യവുമായി മാർട്ടിൻ ലൂതർ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരായി തന്റെ വാൾ ഉയർത്തിക്കൊണ്ട്, തന്റെ വാക്കുകൾ ഉയർത്തിക്കൊണ്ട് പോരാടിക്കൊണ്ട് മുമ്പോട്ട് വന്ന മാർട്ടിൻ ലൂതറിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ദൈവസഭയാണ് ദ ചേർച്ച് അറ്റ് സർദീസിൽ നിലനിന്നിരുന്ന ദൈവസഭ. ഒരു ചെറിയ ചരിത്രം ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. കർത്താവ് പറയുന്നു, ഐ നോ യുവർ വർക്ക്സ്. നിന്റെ പ്രവൃത്തി എനിക്കറിയാം, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാകുന്നു. ശ്രദ്ധിക്കണേ, കർത്താവ് പറയുന്നു, ഐ നോ യുവർ വർക്ക്സ്. യു ഹാവ് എ നെയിം ദാറ്റ് യു ആർ അലൈവ്, ബട്ട് റിയലി യു ഹാവ് ഗോയിങ് ഇൻ എ പൊസിഷൻ ഓഫ് എ ഡെഡ് പൊസിഷൻ. നിനക്ക് ജീവനുള്ളവൻ എന്നൊരു പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാകുന്നു. നേച്ചു കർത്താവ് പറയുന്നു, ചാവാറായ നിന്റെ ശേഷിപ്പുകളെ ശക്തീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ, ദൈവസഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ മരിച്ചുപോയ ഒരു ശവം പോലെ ദൈവസഭ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ദൈവസഭയോടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് ജീവനുള്ളവൻ എന്നൊരു പേരുണ്ട്. നിനക്കൊരു പേരുണ്ട്, എന്താണെന്നറിയാമോ? നീ ജീവനുള്ളവനാ. ബട്ട് ഇൻ എ സ്റ്റേറ്റ് സ്പിരിച്വലി യു ആർ ഡെഡ് ഇൻ സ്റ്റേജ്. ആത്മീകമായി മരിക്കപ്പെട്ട നിലയിലുള്ള ദൈവസഭയോട് കർത്താവ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും വലങ്കയിൽ പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ ദൈവസഭയോട് നേരിട്ട് സംസാരിക്കുന്നു. നിനക്കൊരു പേരുണ്ട്, ആ പേരിതാണ്, ജീവനുള്ളവരെന്നാണ്. പക്ഷേ നീ മരിച്ചവനാണ്. അതുകൊണ്ട് മരിക്കാറായ നിന്റെ ശരീരത്തിന്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് മടങ്ങി വന്ന് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇവിടെ കർത്താവ് വളരെ പ്രധാനമായി പറയുന്നു, the 7 spirits of God, ദൈവത്തിന്റെ 7 ആത്മാവ് ഉള്ളവൻ, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, സാക്ഷാൽ ദൈവപുത്രനായവൻ ദൈവസഭയുടെ നടുവിൽ ഇറങ്ങി വന്നപ്പോ
ദൈവസഭയ്ക്ക് ജീവനുള്ളവൻ എന്നൊരു പേരുണ്ട്. പക്ഷേ അവൻ റിയലി സ്പിരിച്വലി ഹി വാസ് ഇൻ എ ഡെഡ് സ്റ്റേറ്റ്. ആത്മീകമായി മരിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ദൈവസഭയോട് കർത്താവ് സംസാരിക്കുന്നു, നിന്റെ ചാവാറായിരിക്കുന്ന ശേഷിപ്പുകളെ നീ ശക്തീകരിച്ചുകൊള്ളുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അതിന്റെ 2-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർത്തിയുള്ളതായി കണ്ടില്ല. ഇവിടെ 2 കാര്യമുണ്ട്. ബി വാച്ച്ഫുൾ and strengthen the things which are dying. Be watchful and strengthen the things which are dying in the church. കർത്താവ് പറയുക, ഉണർന്നുകൊള്ളുക, ജാഗ്രതയുള്ളവരായിരിക്കുക. ഏത് സമയത്ത് ഞാൻ വരുമെന്ന് നിനക്കറിയാൻ പറ്റത്തില്ല. സർദീസ് സഭയുടെ അവസ്ഥ മനസ്സിലാക്കുക. They have a name that the church which is living, ജീവനുള്ളവൻ എന്നൊരു പേരുണ്ട്. But spiritually they were in a dead state. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ആ സഭയോട് പറയുകയാണ്, ഉണർന്ന് കൊള്ളുക. ഇംഗ്ലീഷ് രേഖപ്പെടുത്തിയിരിക്കുന്നു, be watchful and strengthen the things which are dying in the church. Otherwise, I shall come as a thief in the night. കർത്താവ് പറയുന്നത്, നീ ഉണരാതിരുന്നാൽ, നിന്റെ ചാവാറായ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കാതിരുന്നാൽ, നീ മടങ്ങി വരാതിരുന്നാൽ, ഞാൻ കള്ളനെ പോലെ നിന്റെ അടുക്കൽ വരും. ഏത് സമയത്താ വരുന്നതെന്ന് നീ അറിയുകയില്ല. നീ കൈവിടപ്പെട്ടു പോകും. ആകയാൽ മാനസാന്തരപ്പെടുക, മടങ്ങി വരിക എന്നൊരു ദൂതാണ് കർത്താവ് സർദീസിലുള്ള ദൈവസഭയ്ക്ക് കൊടുക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലെ ചില വാക്യങ്ങൾ ഒരു റെഫറൻസിനായി ഞാൻ വായിക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായം, അതിന്റെ 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായിട്ട് വായിക്കുന്നു. മത്തായി 24-ാം അധ്യായം, അതിന്റെ 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ശ്രദ്ധിക്കുക, ഇവിടെ സദീസിലെ സഭയോട് ദൂത് പറഞ്ഞപ്പോ കർത്താവ് പറയുന്നു, ബി വാച്ച്ഫുൾ ആൻഡ് സ്ട്രെങ്തൻ വിച്ച് ആർ ഡൈയിങ് ഇൻ ദ ചർച്ച്. ഇവിടെ ബി വാച്ച്ഫുൾ എന്നുള്ള ഭാഗം ഞാൻ അല്പം ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മലയാളത്തിൽ പറയുന്നത് ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഇവിടെ കർത്താവ് പറയുന്നു,
be watchful and strengthen the parts which are dying in the church. We are the members of the body of Christ. Jesus Christ is the head, and each of our parts are the members of the body of Christ. That means church is the body of Jesus Christ, and Jesus Christ is the head of the church. The people, those who are in the church, are considered as the members of the body of the church. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് ദൈവസഭയെ ഒരു ശരീരത്തോട് ഉപമിച്ചിരിക്കുന്നു. ക്രിസ്തു തലയും നമ്മൾ ക്രിസ്തു ആകുന്ന സഭയുടെ അവയവങ്ങളും ആകുന്നു എന്നാണ് അപ്പോസ്തലൻ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ നാം വായിക്കുന്നു, ബി വാച്ച്ഫുൾ ആൻഡ് സ്ട്രെങ്തൻ ദ തിങ്സ് വിച്ച് ആർ ഡൈയിങ്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാൻ ഉണർന്ന കൊള്ളുക. അതിന് ആധാരമായിട്ടാണ് ഞാൻ മത്തായിയുടെ സുവിശേഷത്തിലെ വാക്യം വായിച്ചത്. ഏത് സമയത്ത് കള്ളൻ വരും എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുക. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. We don't know what time our Lord shall come back. ഏത് സമയത്ത് കർത്താവ് വരുമെന്ന് ആർക്കും അറിയത്തില്ല. കർത്താവ് പറയുന്നു, ഇവിടെ വായിക്കുന്നു, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. ഇത് സർദീസിലെ സഭയ്ക്ക് എഴുതിയ ദൂതിൽ വായിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോ ബി വാച്ച്ഫുൾ എന്നൊരു വാക്ക് നമ്മുടെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്. ഏത് നാഴികയിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുമെന്ന് നിങ്ങൾ അറിയായികയാൽ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. മാർക്കോസ് സുവിശേഷത്തിലെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. മാർക്ക് ചാപ്റ്റർ 13 വേഴ്സ് 33 and 34. ഏത് നാഴികയിൽ മനുഷ്യപുത്രൻ വരുമെന്ന് നിങ്ങൾ അറിയായികയാൽ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. യേശു വരുന്ന സമയം ഏത് സമയമാണെന്ന് nobody knows. Only Father God knows the time of the arrival of Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരേണ്ട സമയം ഭൂമിയിൽ ആർക്കും അറിഞ്ഞുകൂടാ. Even the angels of the God, they don't know what time Jesus will come back. Even the one who comes, Jesus Christ, also does not know the time. But the Father Almighty only knows the real time of the arrival of Jesus Christ. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോ ലൂക്കോസിൽ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വരുന്ന നാഴികയോ സമയമോ ആർക്കും അറിഞ്ഞുകൂടാ. ഈവൻ ദൈവത്തിന്റെ ദൂതന്മാർക്കും പുത്രനും കൂടെ അറിഞ്ഞുകൂടാ. പിതാവിന്റെ രഹസ്യത്തിലിരിക്കുന്ന വിഷയങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാത്തതാ. എന്ന് പറഞ്ഞാൽ ഒരു കള്ളൻ എങ്ങനെ വരുമോ അതുപോലെ നമ്മുടെ കർത്താവിന്റെ
പ്രത്യക്ഷതയുണ്ടാകും. Now, 2 Peter 3 verse 10 ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. 2 Peter 3 verses 10 and 11. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മുഴുവൻ ഇത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Apostle Peter is mentioning there is a word, the day of the Lord will be like the thief in a night. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഇവിടെ വെളിപാട് പുസ്തകത്തിലും കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് വരുമെന്ന് നീ അറിയുന്നില്ല. ആകയാൽ അവരോട് പറയുക, ബി വാച്ച്ഫുൾ ആൻഡ് സ്ട്രെങ്തൻ which are dying in your life. നിന്റെ ജീവിതത്തിൽ ചാവാറായിരിക്കുന്ന ശേഷിപ്പുകളെ ശക്തീകരിച്ചു കൊള്ളുക. കള്ളൻ എപ്പോഴാ വരുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവൻ നമ്മുടെ വീട് തുറന്നു മോഷ്ടിച്ചുകൊണ്ട് പോകുവാൻ നമ്മൾ ആരും ഒരിക്കലും അനുവദിക്കത്തില്ല. കള്ളൻ ഒരിക്കലും സമയം പറഞ്ഞിട്ട് എവിടെയും മോഷ്ടിപ്പാൻ വരുന്നില്ല. സാത്താൻ അറക്കാനും മോഷ്ടിപ്പാനും കൊല്ലുവാനും അല്ലാതെ സാത്താൻ വരുന്നില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നു, ഐ ഷാൽ കം ലൈക്ക് എ തീഫ് ഇൻ ദ നൈറ്റ്. രാത്രിയിൽ കള്ളൻ വരുന്ന പോലെ ഞാൻ വരും. If you are not watchful and strengthening the parts which are dying, you don't know what time I shall come into the earth. ഞാൻ ഏത് സമയത്ത് എപ്പോൾ പ്രത്യക്ഷമാകുമെന്ന് നിങ്ങൾക്ക് ആരും അറിഞ്ഞുകൂടാ. ആകയാൽ ബി വാച്ച്ഫുൾ, ഉണർന്നുകൊള്ളുക. ചാവാറായിരിക്കുന്ന നിന്റെ ശേഷിപ്പുകളെ, നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെ, നിന്റെ വിശ്വാസം മരിച്ച് കിടക്കുന്നെങ്കിൽ, നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നെങ്കിൽ നീ മാനസാന്തരപ്പെടുക. കം ബാക്ക് ടു ഗോഡ്, റിട്ടേൺ ടു ഗോഡ്. ദൈവത്തിലേക്ക് മടങ്ങി വരിക. ഇഫ് യു ആർ നോട്ട് റിപ്പന്റിംഗ്, if you are not watchful, I shall come at any time. ഏത് നാഴികയിലും ഏത് സമയത്തും ഞാൻ വരും. ഞാൻ വരുമ്പോൾ നീ ഉണർന്നില്ല എങ്കിൽ, ഉണർന്നിരിക്കുന്നില്ല എങ്കിൽ, കർത്താവ് സഭകളോട് പറയുന്നു, നിങ്ങൾ ഉണർന്നില്ല എങ്കിൽ ഞാൻ വരികയും നിന്റെ നിലവിളക്ക് നിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ശ്രദ്ധിക്കുക, സർദീസിലെ ദൈവസഭയോട് കർത്താവ് പറയുന്നു, ബി വാച്ച്ഫുൾ ആൻഡ് സ്ട്രെങ്തൻ ദ പാർട്സ് വിച്ച് ആർ ഡൈയിങ് ഇൻ യുവർ ബോഡി. ദൈവസഭയിൽ ചാവാറായിരിക്കുന്ന ശരീരഭാഗങ്ങളെ ശക്തീകരിക്കുവാൻ ദൈവസഭയോട് ആഹ്വാനം ചെയ്യുക. എന്നുവെച്ചാൽ അവരോട് പറഞ്ഞു, ബി വാച്ച്ഫുൾ, എപ്പോഴും ഉണർന്നിരിക്കുക. കർത്താവ് തന്റെ ശിഷ്യന്മാരിൽ പ്രധാനികളായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരുമായി ഗദസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ഭാഗം ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മത്തായിയുടെ സുവിശേഷത്തിലും ഗദസമനയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദ പ്രയർ അറ്റ് ഗദസമനി ഗാർഡൻ ഓഫ് ഗദസമനി എന്ന് പറഞ്ഞൊരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യന്മാരോട് പറയുന്നു, പരീക്ഷയിൽ
അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് അല്പം മുമ്പോട്ട് നീങ്ങി മുട്ടുകുത്തി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി മത്തായിയുടെ സുവിശേഷത്തിലും the same thing we read in Luke chapter 23. Matthew chapter 26 and Luke chapter 23 we read the prayer at the garden of Gethsemane. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നാം കാണുന്നത് മത്തായി 26-ാം അധ്യായത്തിലും ലൂക്ക് 23-ലുമാണ്. അപ്പോ ലൂക്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവ് അല്പം മുമ്പോട്ട് നീങ്ങി പ്രാർത്ഥിക്കുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. 2 പ്രാവശ്യം പ്രാർത്ഥിച്ച് വീണ്ടും മടങ്ങി വരുന്നു. മടങ്ങി വരുമ്പോ ശിഷ്യന്മാർ ഉറക്കത്തിലായിരിക്കുന്നത് കർത്താവ് കണ്ടു. ഉടനെ അവരോട് ചോദിക്കുന്നു, പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, അല്പസമയം എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ കഴിയുകയില്ലയോ? നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, യേശു വീണ്ടും തന്റെ പിതാവിന്റെ അടുത്ത് കടന്നു എന്ന് തൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പിതാവിനോട് പറയുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ ക്രൂശ് മരണം, പാനപാത്രം എന്നുള്ളത് ഞാൻ പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ ക്രൂശ് മരണം എന്ന് പറഞ്ഞ ഈ പാനപാത്രം എനിക്ക് നീക്കിത്തരണമേ. എന്നുവെച്ച് യേശു വരുന്നു, എന്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഹിസ് sweat were, അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തം പോലെ താഴെ വീണു. അവൻ പ്രാണവേദനയിലായി. തന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയായ കാൽവരി ക്രൂശിലെ തന്റെ മരണം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന നിമിഷം, അതാണ് ഗെത്സമനയിലെ പ്രാർത്ഥന. താൻ കാൽവരിയിൽ ചെയ്യുവാൻ പോകുന്ന ആ പരമയാഗം, കാൽവരിയിൽ സഹിക്കാൻ പോകുന്ന അതിമഹത്തായ യാഗത്തിന്റെ പ്രസക്തി അറിയാമായിരുന്ന കർത്താവ് തന്റെ പിതാവിന്റെ അടുത്തെന്ന് പിതാവിനോട് പറയുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ കാൽവരി ക്രൂശിലെ മരണം നീ എനിക്ക് നീക്കിത്തരണമേ. അവിടെ നമ്മൾ വായിക്കുന്നു, പിതാവ് തന്റെ മുഖം മറച്ചു കളഞ്ഞു. ഇവിടെ ലൂക്കോസ് പറഞ്ഞിരിക്കുക, അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തമായി വീണു. അവിടെ എഴുതി വച്ചിരിക്കുന്നു, മത്തായി പറയുന്നു, അവൻ പ്രാണവേദനയിലായി എന്നുവെച്ച് ശിഷ്യന്മാരോട് വന്നേച്ച് പറഞ്ഞു, ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുകയും. എന്നാൽ ആ ഭാഗമല്ല ഇവിടെ കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നു, വാട്ട് ടൈം the Son of Man will come, you don't know. Nobody in the earth, even the angels of God, they don't know what time the Son of Man will come back. So, be watchful always. ഉണർന്നുകൊള്ളുക, ജാഗ്രതരായിരിക്കുക. ഏത് സമയത്തേക്ക് മനുഷ്യപുത്രൻ വരുമെന്ന് നിങ്ങൾ അറിയായികയാൽ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പി. ഏത് സമയത്തും നമ്മുടെ അരുമനാഥൻ മനുഷ്യപുത്രനായ യേശു മെശിഹ ഏതു നേരത്തും മടങ്ങി വരാം. എന്റെ പ്രിയ സഹോദരന്മാരെ, എന്റെ പ്രിയ കേൾവിക്കാരെ, ബി വാച്ച്ഫുൾ until the Son of Man comes. When the angels of God, they don't know what time he comes. The hour and time nobody knows. സമയവും കാലവും ആർക്കും അറിഞ്ഞുകൂടാ. ആകയാൽ ഇവിടെ പറയുന്നു,
Be watchful. Be watchful and strengthen which are dying in the church. എന്നുവെച്ചാൽ അവരോട് പറയുക, your works are not completed in the sight of my God. നിങ്ങളുടെ പ്രവൃത്തികൾ എന്റെ ദൈവത്തിന് മുമ്പിൽ പൂർണ്ണതയുള്ളതായി ഞാൻ കണ്ടില്ല. യേശു പറഞ്ഞു, ഐ നോ യുവർ വർക്ക്സ്, നിങ്ങളുടെ പ്രവൃത്തി ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു വെച്ച് കർത്താവ് പറയുകയാണ്, യുവർ വർക്ക്സ് ആർ നോട്ട് പെർഫെക്റ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. നിങ്ങളുടെ പ്രവൃത്തികൾ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതല്ല. There is nobody who lived in the earth are perfect. Except Jesus Christ, the God Almighty. കർത്താവായ യേശു മിശിഹ ഒഴികെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാരും പൂർണ്ണതയുള്ളവരല്ലായിരുന്നു. കാരണം we were born in sin. We were born in sin. ദാവീദ് പറയുന്നു, എന്റെ അമ്മ പാപത്തിലും എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. All humanity is born in sin. നമ്മുടെ പഴയ നിയമത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് വായിക്കുന്നുണ്ട്, ജോബ്. He was a perfect man. He was fearing God. ദൈവഭക്തിയുള്ളവൻ, ദോഷമിട്ടകുന്നവൻ, നേരുള്ളവൻ, നിർമ്മലൻ, നിഷ്കളങ്കൻ. ഈ പേരുകൾ യേശു കർത്താവിനോട് ചേർത്ത് വായിക്കുവാൻ കഴിയും. നമുക്കുള്ള പുരോഹിതൻ നിർമ്മലൻ, നിഷ്കളങ്കൻ, ദോഷമിട്ടകുന്നവൻ, പാപികളോട് വേർപെട്ടവൻ, പാപത്തോട് വേർപെട്ടവൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നോബഡി ബോൺ ഇൻ ദ വേൾഡ് ഈസ് പെർഫെക്റ്റ്. ഈ ഭൂമിയിൽ ജനിച്ചവരാരും നീതിമാന്മാരല്ല. തിരുവചനം പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് വിട്ടകന്നിരിക്കുന്നു. ആരും നീതിമാന്മാരില്ല. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ടോ? 14-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലുമായി യോബ് ചോദിക്കുക, സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ വിശുദ്ധനായി നീതിമാനായിരിക്കാൻ കഴിയുമോ? യോബ് ചോദിക്കുന്ന വാക്യം വളരെ പ്രധാനപ്പെട്ടതാ. 15-ാം അധ്യായത്തില് യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന 14-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? 14-ാം അധ്യായം 3-ാം വാക്യം. 15-ാം അധ്യായത്തിൽ പറയുക, മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ? There is a question. മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ? ശ്രദ്ധിക്കണേ, സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ? അടുത്തത്, തന്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ. സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെട്ടവരായി തീർന്നു. നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, നാമോ പാപികളായിരുന്നപ്പോൾ തന്നെ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഭൂമിയിൽ അയച്ചു.
ആരും നീതിമാന്മാരില്ലാതിരുന്നപ്പോ, എല്ലാവരും പാപികളായിരുന്നപ്പോ, ആദാമിന്റെ പാപം നിമിത്തം മാനവജാതി മുഴുവൻ പാപത്തിൽ വീണുപോയപ്പോ, ആ മാനവജാതിയെ രക്ഷിപ്പാൻ ദൈവം തന്നെ ഓമനകുമാരനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിലേക്ക് അയച്ചു. യോബ് ചോദിക്കുന്ന ഒരു ചോദ്യം വലിയ ചോദ്യമാ. സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ? ഇറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. എന്നത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾക്ക്. അല്പം കൂടെ ഇംഗ്ലീഷിൽ അല്പം കൂടെ നല്ല മീനിങ് ആണുള്ളത്. ബുക്ക് ഓഫ് ജോബ് chapter 15 verses 14. What is man that he should be clean, and he which is born of a woman that he should be righteous? ഒരു വലിയ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നേ. മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെയാ? എന്റെ 15-ാം വാക്യം പറയുന്നത്, തന്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. പറയട്ടെ, nobody is righteous. No one was righteous. Not to make us righteous in the presence of God Almighty. There came a righteous man. His name is called the Son of God, our Lord Jesus Christ, who died on the cross for the remission of my sin, for the redemption of my sin, for the forgiveness of my sin in this earth. നമ്മളെ നീതിമാന്മാരാക്കാൻ യോബ് ചോദിക്കുന്ന ചോദ്യം ഒരു വലിയ ചോദ്യമാ. സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെയാ? Not to make us righteous, not to make me righteous and make you righteous. There came a righteous man. He does not have sin in his life. He did any sin. He served the sinners and he died for the sin. By looking him, John the Baptist said, "Behold, the Son of God who takes away the sin of the whole world." When Jesus was going through Galilee, John the Baptist telling to the uttering among the people and uttering them, "Behold, the Lamb of God who takes away the sin of the world." നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് there came a righteous man. ഇവിടെ കർത്താവ് ഈ ഭാഗത്ത് പറയുന്നു, ഉണർന്നുകൊള്ളുക, be watchful and strengthen which are dying. മരിപ്പാറായ ചാവാറായ നിന്റെ ശേഷിപ്പുകളെ ശക്തീകരിച്ചു കൊള്ളുക. The church at Sardis was spiritually dead. ആത്മീകമായി മരിച്ചുപോയ ഒരു ദൈവസഭ. ആ ദൈവസഭയോട് കർത്താവ് പറയുന്നു, ഞാൻ ഏത് നേരത്തിൽ വെളിപ്പെടുമെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ആകയാൽ കർത്താവ് പറയുക, unless and until you repent and be watchful and strengthen the things which are dying in your life, I shall come like a thief in the night. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ ഞാൻ വരും. ആകയാൽ
ഉണർന്നുകൊള്ളുക, ചാവാറായുള്ള നിന്റെ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കുക. ശ്രദ്ധിക്കുക, the church at Sardis was spiritually dead in a position, but they say that we are alive. ഞങ്ങൾ ജീവനുള്ളവരാ എന്നവർ പറയുമ്പോൾ കർത്താവിന്റെ കണ്ണിൽ the church at Sardis was in a dead position. ആത്മീകമായി മരിച്ചുപോയ ഒരു ദൈവസഭയെ കർത്താവ് അവിടെ കാണുകയാണ്. എന്നുവെച്ചവരോട് പറയുന്നു, ബി വാച്ച്ഫുൾ, ഉണർന്നുകൊള്ളുക, ചാവാറായുള്ള ശേഷിപ്പുകളെ ശക്തീകരിച്ചുകൊള്ളുക. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്ന ഒരു 2 വാക്കുകളിലൂടെ ഞാൻ വായിക്കട്ടെ. മാർക്ക് ചാപ്റ്റർ 13, 33 and 34. I'm reading for you. Mark chapter 13, 33 and 34. ആ കാലം അതിന്റെ 31-ാം വാക്യം മുതൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ശ്രദ്ധിക്കണേ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകത്തില്ല എന്ന് കർത്താവ് പറയുന്നു. എന്നുവെച്ച് പറയുക, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ശ്രദ്ധിക്കണേ, ആ നാളും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒരിക്കലും നീങ്ങിപ്പോകത്തില്ല. എന്നുവെച്ച് കർത്താവ് പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. There is a full stop. Okay? ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. The time of arrival of our Lord Jesus Christ, യേശു കർത്താവിന്റെ മടങ്ങിവരവിന്റെ സമയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. കർത്താവ് പറയുക, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും എന്നൊക്കെ പത്രോസിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളൊന്നും മാറിപ്പോകത്തില്ല. എന്നുവെച്ച് കർത്താവ് അറിയിക്കുക, ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ പിന്നെ പറയുന്നത് സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് എപ്പോ കർത്താവ് വരണമെന്നുള്ളത് പിതാവായ ദൈവമല്ലാതെ പുത്രനും കൂടെ അറിയുന്നില്ല. വ്യക്തമായ ഒരു വേദവാക്യം കൂടെ കർത്താവ് പറഞ്ഞിരിക്കുക. അതാണ് മാർക്കോസ് സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിലെ ആ വേദവാക്യം ഞാൻ ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. Mark 13, verse 31 and 32. Heaven and earth shall pass away, but my words shall not pass away. But of the day and that hour knows no man, no, not the angels which are in heaven, neither the Son, but the Father.
വളരെ ശ്രദ്ധിക്കുക. കർത്താവ് സർദീസിലെ ദൈവസഭയോട് പറഞ്ഞു, ബി വാച്ച്ഫുൾ ആൻഡ് സ്ട്രെങ്തൻ ദ തിങ്സ് വിച്ച് ആർ ഡൈയിങ് ഇൻ ദ ചേർച്ച്. അവരോട് പറയുന്നു, ഇഫ് യു ആർ നോട്ട് വാച്ച്ഫുൾ, ഐ ഷാൽ കം ലൈക്ക് എ തീഫ് ഇൻ ദ നൈറ്റ്. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ ഞാൻ വരും. ആ നാഴികയും നാളും സംബന്ധിച്ചോ? മർക്കോസ് പറയുക, ആ നാഴികയും നാളും സംബന്ധിച്ചോ? പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പം സഹോദരി സഹോദരന്മാരെ, സർദീസിലെ സഭയോടുള്ള ദൂത് പഠിപ്പിക്കുമ്പോ ഞാൻ ഇന്ന് പകൽക്കാലം രാത്രി ഇവിടെ ഓർപ്പിക്കട്ടെ, ബി വാച്ച്ഫുൾ ആൻഡ് സ്ട്രെങ്തൻ ദ തിങ്സ് വിച്ച് ആർ ഡൈയിങ് ഇൻ us. ചാവാറായ ശേഷിപ്പുകളെ കർത്താവിന്റെ വരവിന് മുമ്പ് ശക്തീകരിച്ചു കൊള്ളുക. കർത്താവ് പറയുന്നു, ഞാൻ വരും. ഏത് നാഴികയിലെന്ന് നീ അറിയുന്നില്ല. കർത്താവ് പറയുക, ഐ വിൽ കം ലൈക്ക് എ തീഫ്, ഐ ഷാൽ കം ലൈക്ക് എ തീഫ് ഇൻ ദ നൈറ്റ്. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ ഞാൻ വരും. അതുകൊണ്ട് ഉണർന്നുകൊള്ളുക. ചാവാറായുള്ള ശേഷിപ്പുകളെ ശക്തീകരിച്ചു കൊള്ളുക. കർത്താവിന്റെ വരവിനെ കുറിച്ച് ആണ് ഞാൻ ഇന്ന് രാത്രി പറയുവാൻ താല്പര്യപ്പെടുന്നത്. മർക്കോസ് പറയുന്നു, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും. പത്രോസ് പറയുന്നു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. 2 Peter 3:10-11 നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. മർക്കോസ് പറയുന്നു, ആകാശം ഭൂമിയും മാറിപ്പോകും, എന്നാൽ എന്റെ വചനങ്ങളോ അതൊരിക്കലും മാറിപ്പോകുകയില്ല. എന്നുവെച്ച് കർത്താവ് പറയുക, മനുഷ്യപുത്രന്റെ വരവിനെ സംബന്ധിച്ച് കർത്താവ് ഒരു വാക്യോടെ മർക്കോസ് വിഷയത്തിൽ പറയുക, ആ നാളും നാഴികയും സംബന്ധിച്ചോ? നോ വൺ നോസ് ഈവൻ ദ ടൈം ആൻഡ് ഹവർ ഓഫ് ദി കമ്മിങ് ഓഫ് അവർ ലോർഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ചോ? പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആകയാൽ എന്റെ പ്രിയ കേൾവിക്കാരെ, നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളിൽ വരുവാൻ കാലമായി. സർദീസിലെ ദൈവസഭയ്ക്ക് ദൂതെഴുതുമ്പോൾ കർത്താവ് പറയുക, unless and until you be watchful and strengthen the things which are dying in your life. നീ ഉണരാതിരുന്നാൽ ഞാൻ ഏത് നാഴികയിൽ നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. അതേപോലെ എഫെസോസിലെ സഭയോടും കർത്താവ് പറഞ്ഞു, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ എപ്പോ വരുമെന്ന് നീ അറിയുന്നില്ല. നിന്റെ നിലവിളക്ക് നിന്റെ സ്ഥാനത്ത് ഞാൻ നീക്കിക്കളയും എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ രാത്രി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ, എന്റെ പ്രിയ സഹോദരങ്ങളെ. unless and until we are watchful and strengthen the things which are dying in our body, we don't know what time or the hour our Lord will come back. He will come back again. അവൻ ഒരു ദിവസം മടങ്ങി വരും. അതിന് യാതൊരു വ്യത്യാസവുമല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. He said that I shall come again and receive you in my presence.
അവൻ നമ്മളെ വന്ന് തൻ്റെ അടുക്കൽ നമ്മളെ ചേർക്കും. ആകയാൽ സഹോദരന്മാരെ, എന്റെ പ്രിയ കേൾവിക്കാരെ, ഉണർന്നുകൊള്ളുക. ചാവാറായിരിക്കുന്ന നമ്മുടെ ശേഷിപ്പുകളെ നമുക്ക് ശക്തീകരിക്കാം, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടാതിരുന്നാൽ, unless and until you be watchful and repent, I shall come at any time and I shall remove your candlesticks from you. നിന്നിൽ നിന്ന് നിന്റെ നിലവിളക്കുകളെ ഞാൻ നീക്കിക്കളയും എന്ന് കർത്താവിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കർത്താവ് അനുവദിച്ചാൽ this Wednesday we will complete the message to the church at Sardis. Next 3 verses we will be discussing on Wednesday. Today I am exhorting my viewers that be watchful. We don't know what time our Lord will come back. കർത്താവ് പറഞ്ഞു, nobody knows the time and hour unless Father God. Even the angels of heaven, they are not aware of the time. Even the Son of Man, only Father Almighty, He is aware. He knows the time of arrival. So, dear brothers and sisters, those who are watching me in live, I am exhorting you, be watchful and strengthen the things which are dying in our body, and be repent and come back to the spiritual growth, spiritual life. The church will be taking up as soon as possible. I don't know what time it may happen. Surely my Lord will come back to receive the church or the bride of the church. The bridegroom will come back to receive the bride of the church. So, dear brothers and sisters, those who are watching me, I am exhorting you, be watchful always to receive the call. When the trumpet of the Lord shall sound, കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോ എപ്പോൾ എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അവന്റെ മടങ്ങി വരവിന്റെ സമയം, ആ നാള് നാഴിക സംബന്ധിച്ച് പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കും പുത്രനും കൂടെ അറിഞ്ഞുകൂടാ. Mark chapter 13 verse 32 and 33, it is clearly telling God Almighty, Jesus Christ is speaking the time and hour of the coming of Son of Man. Nobody knows except the Father. Even the angels of heaven, they don't know what time it may happen. Even Son of God, He also does not know the time of His arrival. So, dear brothers and sisters, those who are watching me, I am exhorting you again and again, be watchful and strengthen the things which are dying in our body. Lead a spiritual life each and every moment, so that when we hear the trumpet of the Lord, we should be taken up into heaven. Surely, Jesus said, I shall come back to receive the church. മണവാട്ടി സഭയെ ചേർക്കുവാൻ മണവാളൻ ആകാശമേഘങ്ങളിൽ വരുവാൻ സമയമായി. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ഉണർന്നുകൊള്ളുക. ചാവാറായുള്ള ശേഷിപ്പുകളെ ശക്തീകരിച്ചു കൊള്ളുക.
കർത്താവിന്റെ വരവിന്റെ സമയം എപ്പോഴെന്ന് നമ്മൾ ആരും അറിയുന്നില്ലല്ലോ. ലൂക്കോസ് സുവിശേഷത്തിൽ, മർക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞ വാക്യം ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. പത്രോസ് പറയുന്നു, ഭൂമിയും അതിന്റെ മണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കള്ളൻ രാത്രിയിൽ മോഷ്ടിക്കാൻ വരുന്നത് പോലെ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. അത് എന്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ വളരെ ഭയത്തോടെ പ്രബോധിപ്പിക്കട്ടെ. ഉണർന്നുകൊള്ളുക, ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. Be watchful and wait unto the Lord. Strengthen the things which are dying in our life, which are dying in our spiritual life. Return to Lord. Repent and come back to the Lord. മാനസാന്തരപ്പെടുക, മടങ്ങി വരിക എന്നുള്ളൊരാഹ്വാനത്തോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. Let Almighty God give you all the blessings. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രി ലൈവിൽ ദൈവവചനം കേട്ട എല്ലാവരെയും തിരുസനയിൽ സമർപ്പിക്കുന്നു. സർദീസിലെ ദൈവസഭയോട് പറഞ്ഞതുപോലെ, be watchful and strengthen the things which are dying in our spiritual life. We don't know what time and hour the Son of Man will come back. കർത്താവ് പറയുന്നു, ഏത് സമയത്ത് ഏത് നാഴികയിൽ മനുഷ്യപുത്രൻ വരുമെന്ന് അറിയായികയാൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചും ജാഗരിച്ചു കൊണ്ടിരിപ്പീൻ എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവേ, ഇന്ന് രാത്രി തിരുവചനം കേട്ട എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിസ് ഈസ് പാസ്റ്റർ സണ്ണി കെ തോമസ് from Changanur, signing off. We will meet on Wednesday with the rest of the chapter 3, the message to the church at Sardis. And Almighty God give you blessing. Amen, amen, amen.